ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും നമ്മുടെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജസ്ഥാൻ റോയൽസ് 6 റൺസിനാണ് പരാജയപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഓപ്പണിംഗ് ഇറങ്ങിയ ജയ്സ്വാളും സഞ്ജു സാംസണുമാണ്. അങ്ങനെ ജയ്സ്വാളിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 ബോളിൽ നിന്ന് 4 റൺസാണ് അടിക്കാൻ കഴിഞ്ഞത്. ജയ്സ്വാൾ ഈ ഒരു IPL സീസണിൽ അങ്ങനെ കാര്യമായിട്ട് ഫോമിലോട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു 50 പോലും വന്നിട്ടില്ല. പിന്നെ സഞ്ജു സാംസനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സീസണിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കളി തന്നെ 66 റൺസ് ഒരു 50 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കളി തന്നെ 20 റൺസാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു തുടക്കം തന്നെയാണ് കുറിച്ചേക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും വിമർശിച്ച സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രോളുകൾ കിട്ടിയ KKRന്റെ ചാരനാണ് നിതീഷ് റാണ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ മൊത്തം കളിയാക്കിയ ആ താരം ഇന്ന് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച് എന്ന് തന്നെ പറയാം. 36 ബോളിൽ നിന്ന് 81 റൺസാണ് നിതീഷ് റാണ അടിച്ചത്. ഇന്നത്തെ കളിയിൽ നിതീഷ് റാണ ഫോം ആയത് നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം ഇത്തരമൊരു ബോളിംഗ് പിച്ചിലാണ് നിതീഷ് റാണ ഫോം ആയേക്കണമെന്ന് തന്നെ പറയാം. പിന്നീട് ഇറങ്ങിയ ക്യാപ്റ്റൻ പരാഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെ നടത്തി. 28 ബോളിൽ നിന്ന് 37 റൺസ്, 2 6ഉം 2 4 ഉൾപ്പെടെ. പിന്നീട് ധ്രുവ ജൂലി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹെഡ്മേർ 19 റൺസാണ് നേടിയത്. CSKയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ ഖലീൽ അഹമ്മദ് 4 ഓവറിൽ നിന്ന് 38 റൺസ് തുടങ്ങി 2 വിക്കറ്റ് നേടിയിരിക്കുകയാണ്. സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ് ഖലീൽ അഹമ്മദ് നടത്തിയത്. അശ്വിൻ 1 വിക്കറ്റാണ് നടത്തിയത്. അങ്ങനെ അശ്വിൻ ഇന്ന് CSK നന്നായിട്ട് യൂസ് ചെയ്യാൻ നോക്കി. പിന്നീട് നൂർ അഹമ്മദ് സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ്. 4 ഓവറിൽ നിന്ന് 2 വിക്കറ്റാണ് എടുത്തേക്കുന്നത്. 28 റൺസ് വഴങ്ങി. പതിരാന അതുപോലെ തന്നെ 4 ഓവറിൽ നിന്ന് 28 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് എടുത്തേക്കുന്നത്. സ്ഥിരതയാർന്ന പ്രകടനമാണ് ഈ 2 ബൗളേഴ്സ് CSK വേണ്ടി നടത്തിയിരുന്നത്. അങ്ങനെ CSK 183 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങി. രജിൻ രവീന്ദ്രയും ത്രിപാഠിയുമാണ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് ആർച്ചറായിരുന്നു. ഭയങ്കര തീപാർന്ന പന്തുകളും ലെങ്ത്തും ലൈനും കൺട്രോൾ ചെയ്ത് തന്നെ എറിഞ്ഞുകൊണ്ട് തന്നെ രജിൻ രവീന്ദ്രക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ടെക്കിൽ തന്നെ രജിൻ രവീന്ദ്ര ഔട്ടായിരിക്കും. പിന്നീട് ത്രിപാഠിയെ ഋതുരാജ് ഗെയ്ക്വാഡ് തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടായി. 21 റൺസിൽ ത്രിപാഠി ഔട്ടായി. ശിവൻ ഡൂമെ ഇറങ്ങി 18 റൺസാണ്. ജഡേജ 22 ബോളിൽ നിന്ന് 32 റൺസ്. അതുപോലെ ജഡേജ ബോളിങ്ങിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച്. ധോണി വന്നത് 11 ബോളിൽ നിന്ന് 16 റൺസ്. എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ക്യാപ്റ്റൻ്റെയാണ്. നല്ല 44 ബോളിൽ നിന്ന് 61 റൺസാണ്. 7 4 1 6 ഉൾപ്പെടെ അവസാനം വരെ പൊരുതി എന്ന് തന്നെ പറയാം. അവസാനത്തെ 2 ഓവർ നിർണായകം തന്നെയായിരുന്നു. ഏകദേശം 40 റൺസിനോട് അടുത്ത് വേണമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ലാസ്റ്റ് ഓവർ 19ാമത്തെ ഓവർ തുഷാർ ദേശപാണ്ഡ്യക്ക് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ ഓവറിൽ ഒരു 19-20 റൺസിനോട് അടുത്ത് ചെന്നൈ നേടി. ലാസ്റ്റ് ഓവർ കൊടുത്തത് സന്ദീപ് ശർമ്മക്കാണ്. എല്ലാവരും അന്തിച്ചു പോയി തന്നെ പറയാം. കാരണം ആർച്ചർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ തന്നെ, കാരണം 3 ഓവറിൽ നിന്ന് 1 മേഡിനും 1 വിക്കറ്റ് ഉൾപ്പെടെ 13 റൺസാണ് ആർച്ചർ കൊടുത്തത്. കാരണം ആർച്ചറെ വിശ്വസിക്കാതെ തന്നെ സന്ദീപ് ശർമ്മയെ വിശ്വസിച്ച് പന്ത് ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ രാജസ്ഥാനി സന്ദീപ് ശർമ്മ 6 റൺസിന്റെ വിജയമാണ് നൽകിയത് എന്ന് പറയാം. രാജസ്ഥാന്റെ ബൗളിംഗ് നിരയിലോട്ട് പോയി തന്നെ തുഷാർ ദേശപാണ്ഡ്യ ഒറ്റ വിക്കറ്റ് നേടിയില്ല. 4 ഓവറിൽ 45 റൺസ് വഴങ്ങി. സന്ദീപ് ശർമ്മ 4 ഓവറിൽ 42 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടി. പിന്നീട് എടുത്ത് പറയേണ്ടത് തീക്ഷണയാണ്. തീക്ഷണ 4 ഓവറിൽ 30 ഒറ്റ വിക്കറ്റ് നേടിയില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ബൗളെറിഞ്ഞ്. അസരങ്കയാണ് രാജസ്ഥാന താരമായത്. 4 ഓവറിൽ നിന്ന് 35 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ് നേടിയത്. അങ്ങനെ ഡെബ്യൂ ഇറങ്ങിയ കുമാർ കാർത്തികേയ 1 ഓവറിൽ നിന്ന് 10 റൺസ് വഴങ്ങി. അതിനിപ്പോൾ പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ ഇപ്പോൾ 9ാം സ്ഥാനത്താണ്. CSK 7ാം സ്ഥാനത്തും. അപ്പോൾ ഓക്കെ.